ഒരു ചെറുപ്പക്കാരൻ അവൻ വന്ന് ജോലി അന്വേഷിച്ച് വന്നപ്പോ അവൻ ബംഗ്ലാദേശിയാണ് എന്ന് ഒരു RSSകാരന് തോന്നുമ്പോ അവന് തല്ലിക്കൊല്ലുന്നു, കല്ലുകൊണ്ടടിച്ചു കൊല്ലുന്നു, അഖിലാഖിനെ തല്ലിക്കൊല്ലുന്നു, ജുനൈദിനെ തല്ലിക്കൊല്ലുന്നു, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവനെ തൊപ്പിയും താടിയും വെച്ചാൽ തല്ലിക്കൊല്ലുന്നു. അങ്ങനെ തല്ലിക്കൊല്ലുന്നത് മൂവി ക്യാമറയിൽ പകർത്തിയിട്ട് ഇന്ത്യയിൽ വ്യാപകമായിട്ട് വിതരണം ചെയ്യുന്നു, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരാളെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ഈ രാജ്യത്ത് കൊല ചെയ്താൽ അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചാൽ ഈ രാജ്യത്തെ നിയമ സംവിധാനം ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന ഒരു ദാർഢ്യത്തിലേക്ക്, ഒരു ധിക്കാരത്തിലേക്ക് ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് നടന്നു പോയിട്ടുള്ളത്? സംഘപരിവാറിന്റെ പിൻബലത്തോടു കൂടിയാണ്, അവരുടെ അനുഗ്രഹാശിസുകളോട് കൂടിയാണ്, കേരളത്തിൽ പിണറായി പോലീസിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ അക്രമങ്ങളൊക്കെ നടക്കുന്നത്. അതിനറുതി വരുത്താൻ ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളെ സംഘടിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആദിവാസി ഊരുകളിൽ ഞങ്ങൾ പോകുന്നുണ്ട്. ആദിവാസി ഊരുകളിൽ പോയി അവരുടെ രാജ്യത്തിന്റെ കഥകൾ പറഞ്ഞ് അവരുടെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുമായി ഞങ്ങൾ വരും. ഈ രാജ്യത്തെ ദളിത് കോളനികളിൽ ഞങ്ങൾ പോകുന്നു. തെരുവുകളിൽ വലിയ നഗരങ്ങളിലുള്ള ചേരികളിൽ ഞങ്ങൾ പോകുന്നു. അവിടെയുള്ള ജനങ്ങളോട് ഈ രാജ്യത്തിന്റെ അപകടകരമായ അവസ്ഥകളെ കുറിച്ച് ഞങ്ങൾ പറയുന്നു. അങ്ങനെ ഈ രാജ്യത്തിന്റെ നടപടികളിലൂടെ ഈ രാജ്യത്തെ മർദ്ദിച്ച ജനതയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ വരും. അങ്ങനെ നടപടികളിൽ നിന്ന് ഇടവഴികളിലേക്ക്, ഇടവഴികളിൽ നിന്ന് പൊതുനിരത്തിലേക്ക്, പൊതുനിരത്തുകളിലൂടെ ഹൈവേകളിലേക്ക്, ഹൈവേകളിൽ നിന്ന് അങ്ങ് ഡൽഹിയിലേക്ക് ഞങ്ങൾ പോകും. ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ STFI നിർദ്ദേശിക്കുന്ന STFIക്കാരനൊരാള് ഈ രാജ്യത്തിന്റെ ദേശീയ പതാക ഉയർത്തുന്നത് വരെ, അഥവാ ഈ രാജ്യത്ത് ഒരു സോഷ്യൽ ഡെമോക്രാറ്റ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത് വരെ വിശ്രമമില്ലാതെ ഞങ്ങൾ പണിയെടുക്കും. അതിൽ നിന്ന് ഞങ്ങളെ തടയാൻ വരുന്നത് ആരാണെങ്കിലും, അത് RSS ആണെങ്കിലും, അത് BJP ആണെങ്കിലും, അത് കോൺഗ്രസ് ആണെങ്കിലും, ലീഗ് ആണെങ്കിലും, CPM ആണെങ്കിലും, അവരെയൊക്കെ ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. മുന്നോട്ട് പോകാതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. ഞങ്ങളുടെയൊക്കെ നേതാക്കന്മാരെ പിടിച്ച് അങ്ങ് ജയിലിലിട്ടാൽ ഈ പ്രസ്ഥാനം തകർന്നു പോകുമെന്നാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത്? തകർക്കാൻ പോയിട്ട് ഒരു മിനിറ്റെങ്കിലും ഞങ്ങളെയൊന്ന് തളർത്താൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന ഇന്ത്യയുടെ തെരുവുകൾ കഴിഞ്ഞ 3.5 വർഷമായി സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ആലോചിച്ചുറപ്പിച്ച് പഠിച്ചറിഞ്ഞിട്ട് വന്നാൽ മതി. അടിവേര് മാന്താൻ വരുന്നവനും മുകൾ വേര് നോക്കാൻ വരുന്നവനും ഞങ്ങളെ ദ്രോഹിച്ചവരെ ഞങ്ങൾക്ക് തെറ്റിപ്പോകാറില്ല. ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെയും ഞങ്ങൾക്ക് തെറ്റിപ്പോകാറില്ല. ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറില്ല. ഈ രാജ്യം അപകടകരമായ ഒരവസ്ഥയിലാണ്. ഇതിനെ പ്രതിരോധിക്കാൻ, സംഘപരിവാറിനെ ഇല്ലായ്മ ചെയ്യാൻ ഈ രാജ്യത്തെ മുഴുവൻ മതേതര വിശ്വാസികളും ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണ്. വിയോജിക്കാൻ വീണ്ടും പറയുന്നു, എല്ലാവരോടുമായിട്ട് ഞങ്ങൾ പറയുന്നു, വിയോജിക്കാൻ ഒരു 100 കാരണങ്ങൾ നമുക്കുണ്ട്. കോൺഗ്രസിനും STPക്കും വിയോജിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലെങ്കിലും. CPMമായി വിയോജിക്കാൻ ഒരു 100 കാരണങ്ങൾ STPക്കുണ്ട്. ലീഗുമായി വിയോജിക്കാൻ ഒരു 100 കാരണങ്ങളുണ്ട്. പക്ഷേ യോജിക്കാൻ ഒരു 100 കാരണമുണ്ട് എങ്കിലും യോജിക്കാൻ ഒരു 10,000-കണക്കിന് കാരണങ്ങളുള്ള ഒരു നാട്ടിലാണ്, ഒരു സാഹചര്യത്തിലാണ്, ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ പറയുന്ന ഭാഷയിൽ ഞങ്ങൾ മറുപടി പറയാത്തത്, നിങ്ങൾ പ്രതികരിക്കുന്നത് പോലെ ഞങ്ങൾ പ്രതികരിക്കാത്തത്. ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. ഈ നാടിന്റെ വിമോചനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരുമയുടെ സാധ്യതകൾ ആരായാൻ, അങ്ങനെ യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ എന്ന ഈ ഫാസിസത്തെ ഈ രാജ്യത്ത് നിന്ന് കെട്ടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് കഴിയും എന്ന ശുഭപ്രതീക്ഷ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് സോഷ്യൽ ഡെമോക്രസി.